ഹലോ കൂട്ടുകാരെ, നല്ല അടിപൊളി ഒരു ടൊമാറ്റോ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി എന്ന് പറയുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കുന്ന ചട്നിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ആദ്യം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക. ഇഡ്ഡലിയുടെ മാവിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കൊച്ചുള്ളി, ചെറിയ ഉള്ളിയും ഉപ്പും എല്ലാം ഇട്ട് കലക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ. ഇനി ആദ്യം നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 3 സവാള, ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മുളക് പൊടി വേണം, വറ്റൽമുളക് വേണം, ഉപ്പ് വേണം, കടുക് വേണം, വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. ഈ കടായി എന്ന് പറയുന്നത് എനിക്ക് ഈ കടായിലാണ് ഞാൻ ചട്നി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകി വരും. 3 സവാള ഇതുപോലെ മുഴുവനായിട്ട് വയ്ക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോയും അതുപോലെ തന്നെ വയ്ക്കണം. ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും. ഇത് നമുക്ക് നല്ലപോലെ തിരിച്ച് മറിച്ചുവിട്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. ഇത് നല്ലപോലെ ഒന്ന് ഒരു ചുട്ട ഒരു രീതിയിൽ ആക്കിയെടുക്കണം. നമുക്ക് സവാളയൊക്കെ തിരിച്ചും മറിച്ചുവിട്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ ടൊമാറ്റോയുടെയൊക്കെ സ്കിന്നൊന്ന് ഇളകി വരുന്നതായിട്ട് തോന്നും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഇഞ്ചി ഇതുപോലെ ഇട്ടാൽ മാത്രം മതി. നല്ല രീതിയിൽ ഇതിനകമെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വരും. അതുമാത്രമല്ല, നമുക്കൊരു ചുമന്ന ഒരു കളറാകുമ്പോൾ ഒരു തീയിൽ വെച്ച് ആ ഒരു ചുട്ട കളർ വരുമ്പോഴത്തേനും നമുക്കിതൊന്ന് എടുത്ത് കോരി മാറ്റി വയ്ക്കണം. അത്രയും നേരം നല്ലപോലെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ഒന്ന് പാത്രത്തിലേക്ക് വെച്ചൊന്ന് ആറാൻ കുറച്ച് നേരം വെച്ചേക്കണം. ഇങ്ങനെ എല്ലാം അങ്ങോട്ട് കോരി മാറ്റി കുറച്ച് നേരം പാത്രത്തിലേക്ക് വെച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് സവാള എനിക്കൊന്ന് മൂത്ത് വരണമായിരുന്നു, കുറച്ചുകൂടി കളറായി. എല്ലാം കൂടി ഇട്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മഷി പോലെ നല്ലപോലെ അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കടുക് താളിച്ചെടുക്കാം. നല്ലപോലെ ഞാൻ കുറച്ച് നേരം ഇട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി 5-6 വറ്റൽമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കടുകും ഇട്ട് നല്ലപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് അതിലേക്ക് ഒഴിക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുമായിരുന്നു, ഞാനത് വിട്ടുപോയി. 2 ചെറിയ സ്പൂൺ മുളക് പൊടി കൂടി ഇടണം. ആദ്യം ഞാൻ തന്നെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചിട്ട് 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂടെ തന്നെ അതിനകത്ത് ആ മിക്സിയുടെ ജാറിലിരിക്കുന്ന അരപ്പെല്ലാം നല്ല പോലെ ഒന്ന് കലക്കിയെടുത്ത് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചട്നി നല്ല അരപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ലപോലെ അരച്ച് മഷി പോലെ അരച്ചെടുത്തിട്ട് ഇത് നമുക്ക് പിന്നെ ഇതിനകത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് ഞാൻ ചൂടുവെള്ളം കൂടെ ഒഴിച്ചാണ് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചത്. നമുക്ക് ഒട്ടും തന്നെ വേറെ രീതിയിൽ തണുത്ത വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കേടാകാതെ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഇതിലെ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുന്നത്. ആദ്യം തന്നെ ആ കടുക് വറുത്തതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കിയിരുന്നെങ്കിൽ നിറം കുറച്ചുകൂടെ നല്ല ഡാർക്കായിരുന്നു. കുറുകി വരുമ്പോൾ നല്ല വെള്ളം പറ്റിയ ഒരു രീതിയിലേക്ക് ആകുമ്പം നമ്മുടെ ചട്നി റെഡിയായി വരും. നല്ല സൂപ്പർ ചട്നിയാണിത്. ഒരു വെറൈറ്റി ചട്നിയാണ് ഇത്. ട്രെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കഴിക്കാം. നല്ല സോഫ്റ്റ് ഇഡലിയും ഈ ചട്നിയും കൂടെ കഴിക്കാൻ സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാം ഉണ്ടാക്കണം. താങ്ക് യു.